മഹാനായ അബ്ദുൽ ലത്തീഫ് സഅദി പഴശ്ശി ഉസ്താദിനെ സിയാറത്ത് ചെയ്യാനാണ് ഇന്നെൻ്റെ യാത്ര. കണ്ണൂർ ജില്ലയിൽ തലശ്ശേരി കൂർഗ് റോഡിൽ ഉരുവച്ചാലിൽ നിന്ന് 2 കിലോമീറ്റർ സഞ്ചരിച്ചാൽ പഴശ്ശിയിലെത്താൻ സാധിക്കും. പഴശ്ശിരാജയുടെയും അറക്കൽ രാജവംശത്തിൻ്റെയും സ്മരണകൾ ഓതുന്ന ഈ നാട് ഇന്ന് അബ്ദുൽ ലത്തീഫ് സഅദി പഴശ്ശിയുടെ പേരിലാണ് അറിയപ്പെടുന്നത്. ഞാൻ യാത്ര പുറപ്പെട്ടു. പ്രഭാഷണ കലയിലെ അതിവൈദഗ്ധ്യം കൊണ്ടും സംഘാടക മികവുകൊണ്ടും കേരളക്കരയെ വിസ്മയിപ്പിച്ച പണ്ഡിതനാണ് അബ്ദുൽ ലത്തീഫ് സഅദി പഴശ്ശി. ഞാൻ ഉളിയിൽ കുവേരി പള്ളിയിൽ ജോലി ചെയ്യുന്ന കാലത്ത് പഴശ്ശി ഉസ്താദുമായി നേരിട്ട് പരിചയപ്പെടാൻ അവസരമുണ്ടായിട്ടുണ്ട്. ഞാൻ പഴശ്ശിയിലെത്തി. ഇതാണ് പഴശ്ശി ജുമാ മസ്ജിദ്. 100 വർഷം പഴക്കമുള്ള പുരാതനമായൊരു പള്ളിയാണിത്. ഈ പള്ളിയുടെ മുറ്റത്താണ് അബ്ദുൽ ലത്തീഫ് സഅദി അന്ത്യവിശ്രമം കൊള്ളുന്നത്. ജീവിതം പോലെ തന്നെ ലളിതമായ ഒരു വിശ്രമം. അബൂബക്കർ ഹാജി, സാറ ഹജ്ജുമ്മ ദമ്പതികളുടെ മകനായി 1964 ജൂൺ 2 അഥവാ റജബ് 11 അബ്ദുൽ ലത്തീഫ് സഅദി ജനിക്കുന്നത്. പ്രാഥമിക മദ്രസ പഠനവും സ്കൂൾ വിദ്യാഭ്യാസവും നാടായ പഴശ്ശിയിൽ തന്നെയായിരുന്നു. നാട്ടിലെ പള്ളി ദർസിലാണ് ദർസ് പഠനം ആരംഭിക്കുന്നത്. പാണ്ടിക്കാട് മുഹമ്മദ് കുട്ടി മുസ്ലിയാരായിരുന്നു അവിടുത്തെ ഉസ്താദ്. തുടർന്ന് മൂരിയാട് ഹംസ മുസ്ലിയാരുടെ ദർസിൽ ചേർന്നു. 10.5 വർഷമാണ് ലത്തീഫ് സഅദി മൂരിയാട് ദർസിൽ പഠിച്ചത്. ശേഷം കാസർഗോഡ് ജാമിഅ സഅദിയയിൽ നിന്ന് സഅദി ബിരുദം കരസ്ഥമാക്കി. നൂറുൽ ഉലമ MA ഉസ്താദ്, കെൻസുൽ ഉലമ ചിത്താരി ഉസ്താദ്, AP അബ്ദുള്ള മുസ്ലിയാർ, കുമരംപുത്തൂർ അബ്ദുറഹ്മാൻ മുസ്ലിയാർ, മൂരിയാട് C ഹംസ മുസ്ലിയാർ എന്നിവരാണ് പ്രധാന ഉസ്താദുമാർ. മട്ടന്നൂർ, പരിയാരം, പഴശ്ശി, മൗവേരി, വളപട്ടണം എന്നിവിടങ്ങളിലായിരുന്നു ദർസ് അധ്യാപനം. ഇവിടങ്ങളിലെല്ലാം ദർസ് അധ്യാപനത്തോടൊപ്പം നാടിൻ്റെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ ഇടപെട്ടു. ശേഷം ഉളിയിൽ സുന്നി മജ്ലിസിൻ്റെ ജനറൽ സെക്രട്ടറിയായി നിയമിതനായി. ഉളിയിലും പരിസര പ്രദേശങ്ങളിലും മൗദൂദിയൻ ചിന്താഗതിക്കാർ പിടുമുറുക്കിയ കാലമായിരുന്നു അത്. ഉസ്താദിൻ്റെ വരവോടെ ഉളിയിലിൻ്റെ വരണ്ട മണ്ണിൽ വീണ്ടും വിശുദ്ധ ഇസ്ലാമിക സംസ്കാരത്തിൻ്റെ തെളിനീരൊഴുകി. 25 വർഷമാണ് ലത്തീഫ് സഅദി സുന്നി മജ്ലിസിൻ്റെ ജനറൽ സെക്രട്ടറി പദം അലങ്കരിച്ചത്. പിന്നീട് സ്വന്തം നാട്ടിൽ ഒരു ദീനീ സ്ഥാപനം എന്ന ഉസ്താദിൻ്റെ ചിരകാലാഭിലാഷത്തിൻ്റെ പൂർത്തീകരണവുമായി മുഈനിയ എജു40 എന്ന സ്ഥാപനം ആരംഭിച്ചു. പിന്നീട് മരണം വരെ അതിൻ്റെ അമരത്തായിരുന്നു അബ്ദുൽ ലത്തീഫ് പഴശ്ശി ഉസ്താദ്. ചെറുപ്പം മുതലേ സംഘടനയോട് ചേർന്ന് നിന്ന പണ്ഡിതനാണ് അദ്ദേഹം. SSFലൂടെ പ്രവർത്തിച്ചു വന്ന് SYSലൂടെ വളർന്ന് കേരള മുസ്ലിം ജമാഅത്തിൻ്റെ നേതൃരംഗത്തെത്തി. മികച്ച സംഘാടകനായ ലത്തീഫ് സഅദി കണ്ണൂർ ജില്ലയിൽ സംഘടനയെ വളർത്തുന്നതിലും വിപുലപ്പെടുത്തുന്നതിലും ജനകീയമാക്കുന്നതിലും വലിയ പങ്ക് വഹിച്ചു. പ്രഭാഷണ രംഗത്ത് കുലപതിയായിരുന്നു ലത്തീഫ് സഅദി ഉസ്താദ്. ഈമാനും ഖൗഫും വർദ്ധിപ്പിക്കുന്ന രൂപത്തിലുള്ള വഅള് വിശ്വാസി വീടകങ്ങളിൽ എന്നും ആത്മീയതയുടെ വിരുന്നൊരുക്കി. അറിവും ആശയസമ്പുഷ്ടവും മാത്രമല്ല, ആസ്വാദ്യകരമായ ഒഴുക്കും താളവുമായിരുന്നു ഉസ്താദിൻ്റെ പ്രസംഗത്തിൻ്റെ പ്രത്യേകത. പ്രസ്ഥാന പോരാട്ട വേദികളിൽ എന്നും മുൻപന്തിയിലായിരുന്ന സഅദി ഉസ്താദ് അത്തരമൊരു വിജയകരമായ സമരവേദിയിലെ പ്രഭാഷണത്തിനൊടുവിലാണ് വഫാത്താകുന്നത്. 2022 ജൂലൈ 30 അത്. അല്ലാഹു അബ്ദുൽ ലത്തീഫ് സഅദി പഴശ്ശി ഉസ്താദിൻ്റെ ദറജ ഉയർത്തട്ടെ. ആമീൻ.